മുംബൈക്ക് സമീപം നല്ല സൊപ്പാരയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ ഭാര്യ ഉൾപ്പെടെ രണ്ടുപേർ ഇപ്പോൾ പിടിയിലായി. കോമൽ ചൗഹാൻ, ആൺ സുഹൃത്ത് മോനു വിശ്വകർമ്മ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ അപ്ഡേറ്റ് ചെയ്യുന്നു മുംബൈയിൽ നിന്ന്. പറയൂ ശ്രീനാഥ്, എന്തായിരുന്നു ഈ കേസിന്റെ പിന്നാമ്പുറം? ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. നല്ല സൊപ്പാര എന്നത് മുംബൈയിൽ നിന്നും ഏറെ അകലെയല്ല, പാൽഘർ ജില്ലയിൽ വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ വിജയ് ചൗഹാൻ എന്നയാളെ കൊലപ്പെടുത്തുകയും പിന്നീട് അതേ വീടിനകത്ത്, അവർ താമസിക്കുന്ന വീടിനകത്ത് തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു. അതിന് മുകളിൽ ടൈൽ വിരിച്ച ശേഷം ഏതാണ്ട് 15 ദിവസത്തോളം ഇതേ വീട്ടിൽ അവർ താമസിക്കുന്നുണ്ട്. ഇവരും ഇവരുടെ കാമുകനായ മോനു എന്നയാളും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഇതൊക്കെയാണ്. കോമൽ ചൗഹാൻ എന്നതാണ് സ്ത്രീയുടെ പേര്. ഏതാണ്ട് 28 വയസ്സ് അവർക്ക് പ്രായമുണ്ട്. 32കാരനായ വിജയ് എന്നയാളാണ് അവരുടെ ഭർത്താവ്. BSc IT തേർഡ് ഇയർ വിദ്യാർത്ഥിയായ മോനു എന്നയാളാണ് ഇതിലെ കൂട്ടുപ്രതി. ഇവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഏതാണ്ട് 15 ദിവസത്തോളം അവിടെ കഴിഞ്ഞതിന് ശേഷം ഇവർ പൂനെയിലേക്ക് മുങ്ങുകയായിരുന്നു. ഈ കൊല്ലപ്പെട്ട വിജയുടെ ബന്ധുക്കൾ 2 സഹോദരന്മാരുണ്ട്. ഇവരാണ് വിജയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിജയെ കാണാൻ കഴിയുന്നില്ല, അങ്ങനെയാണ് അന്വേഷിച്ച് ഇതേ വീട്ടിലെത്തുന്നത്. അപ്പോഴാണ് ഇവിടെ ഏതാണ്ട് 15 ദിവസം മുതൽ ടൈൽ മാറ്റിയ വിവരം ഇവർക്ക് മനസ്സിലാവുന്നത്. ഈ സഹോദരന്മാരിൽ ഒരാൾ തന്നെയാണ് ടൈൽ വിരിച്ചത് എന്നതാണ് ശ്രദ്ധേയം. കാരണം ഈ കോമൾ എന്ന ഈ സ്ത്രീ വിജയുടെ സഹോദരന്മാരിൽ ഒരാളെ വിളിച്ച് വീടിനകത്ത് ടൈലുകൾ പൊട്ടിയിട്ടുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് തിരിച്ച് പുതിയ ടൈലുകൾ വെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സഹോദരനെ കൊണ്ട് തന്നെയാണ് ഈ വീടിനകത്ത് ടൈൽ വിരിപ്പിക്കുന്നത്. ഈ കാര്യം സഹോദരൻ ഓർക്കുകയും ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കൊണ്ട് ടൈൽ വിരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയം തോന്നുകയും ചെയ്ത് ആ ടൈൽ മാറ്റി പരിശോധിച്ചപ്പോഴാണ് വീടിനകത്ത് സഹോദരനെ അവർ കണ്ടെത്തുന്നത്, മൃതശരീരം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അന്വേഷണത്തിലാണ് ഇപ്പോൾ പൂനെയിൽ നിന്ന് 2 പ്രതികളെയും പിടികൂടിയിട്ടുള്ളത്. അവരെ ഇപ്പോൾ മുംബൈയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. SK